ഇപ്പോൾ ആൾ പറഞ്ഞത് അമ്മയിൽ കുറച്ച് അധികം ആളുകൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള താല്പര്യം അനുസരിച്ച് വന്നിട്ടുണ്ട്. മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു. അതൊരു നീക്കം ഇപ്പൊ അമ്മയിലുണ്ടോ? ഇത് അങ്ങോട്ടേക്കാണോ പോകുന്നത്? അറിയില്ല, ഞങ്ങൾക്കറിയില്ല. അത് അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇനി ഭാവി പരിപാടി ഞങ്ങൾ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഇപ്പൊ വേണു മച്ചാണെന്ന് പറയുന്ന വ്യക്തി ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞു, ചേച്ചി ഇത് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ആശ്രയം, ഇത് നിൽക്കാതെ നോക്കണം. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രസിഡന്റായ ശ്വേതയോടും അവരുടെ ഗ്രൂപ്പിലുള്ളവരോടും ഉള്ള അപേക്ഷ, നിങ്ങളുടെ ഈഗോയ്ക്കും നിങ്ങളുടെ ജയത്തിനും വേണ്ടി നിങ്ങൾ നിൽക്കാതെ ഇത് അടുത്ത ഇലക്ഷനിലേക്ക് പോകട്ടെ, എന്നിട്ട് നിങ്ങൾ തന്നെ മത്സരിച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിച്ചു വരൂ എന്നാണ്. അപേക്ഷയാണ്. കൈനീട്ടം ഒരുപാട് സഞ്ജീവനി പദ്ധതി ഞങ്ങളുടെ വിഷയം അതാണ്. ഞങ്ങളുടെ വിഷയം അതാണ്. ഈ സംഘടന പ്രതിസന്ധിയിൽ കൊണ്ട് നിർത്തരുത്. ഞങ്ങളുടെ വിഷയം അതാണ്. ഞങ്ങളുടെ വിഷയം തൽക്കാലം ഈ തർക്കങ്ങൾ ഇവിടെ വെച്ച് നിർത്തിയിട്ട് ദയവ് ചെയ്ത് ഇലക്ഷനിലേക്ക് പോകൂ. അവിടെ നിങ്ങളുടെ തന്നെ പാനൽ മത്സരിച്ച് ജയിച്ചു വരൂ. വീണ്ടും അമ്മയിൽ ജയിക്കാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാമല്ലോ. ഞങ്ങൾ ഭരണസമിതിയുടെ രാജിയാണ് ജനറൽ ബോഡി ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ഭരണസമിതിയുടെ രാജിയാണ് ആവശ്യപ്പെട്ടത്. അവരെ കുറിച്ചൊരു ആരോപണം പറഞ്ഞപ്പോൾ അത് ക്ലിയർ ചെയ്യാതെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ രാജിവെച്ചു പോവുകയാണ്. ഒരു വാക്കുപോലും ജനറൽ ബോഡിയോട് വിശദീകരിക്കാൻ തയ്യാറാതെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അല്ല, അതൊക്കെ മറ്റുള്ള എല്ലാവരും ഇത് ജനറൽ ബോഡി എടുക്കേണ്ട തീരുമാനമാണ്. ഞങ്ങൾ 4 പേരും ജനറൽ ബോഡിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ 4 പേരും കഴിഞ്ഞ ഭരണസമിതി ആക്രമിക്കപ്പെട്ട 4 സ്ത്രീകളാണ്. പലതരത്തിൽ ഞാനാണെങ്കിൽ CCTV വിഷ്വൽ മോട്ടിച്ചു കൊടുത്തെന്ന് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ പറയുക. ശ്വേത മേനോനും കുക്കു പരമേശ്വരനും കൂടെ ഒരു ഓഡിയോ സംഭാഷണം അവരുടെ സ്ഥിരം തമാശയാണെന്നു എനിക്ക് ഇത്രയും നിയമപരമായ പരിജ്ഞാനമൊന്നും ഇല്ലാതില്ല സഹിൻ. നോക്കൂ എന്താണ് പറയുന്നത്. CCTV വിഷ്വൽ ഞാൻ അമ്മ സെക്കൻഡ് മോട്ടിച്ചു കൊടുക്കാൻ എനിക്ക് തലയ്ക്ക് സുഖമില്ലേ? എന്താ പറയുന്നത്? ഐ ഗേവ് ഇറ്റ് ടു മാല, ഷീ ആസ്ക്ഡ് എന്ന്. എന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു അത് പേഴ്സണൽ ഫോണിലെ ഒരു മെസ്സേജാണ്. നമ്മുടെയൊക്കെ ഫോണിലെ പേഴ്സണൽ ഫോണിൽ നിന്ന് മെസ്സേജ് ലീക്ക് ആകുക എന്നല്ല, ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുക എന്നാ പറയാ. ഭയങ്കര ആട്ടേജകരയാണ്. അവിടെ ജനറൽ ബോഡിക്കാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കണ്ടത് ജനറൽ ബോഡിക്കാണ്. അന്ന് അവര് ഭയങ്കര സ്നേഹമായിരുന്നു അന്നത്തെ ദിവസം. ഇത് കാര്യം പറയട്ടെ, തീർച്ചയായും ഇവര് തമ്മിലുള്ള ഒരു അച്ചടക്കമില്ല, പരസ്പര വിശ്വാസമല്ല, പരസ്പര സ്നേഹമല്ല. ഈ അൻസിപ്പ് ഒഴിച്ച് ബാക്കി 16 പേർക്കും പരസ്പര വിശ്വാസവും സ്നേഹവും ഒന്നുമില്ല. അച്ചടക്കം എന്ന് പറഞ്ഞാൽ 7 അയലത്തൂടെ പോയിട്ടില്ല. കാരണം ഞങ്ങൾ അശ്ലീലം പറഞ്ഞെന്നല്ല പറഞ്ഞ വുമൺ കാർഡ് കളിക്കല്ലേ എന്ന് പറഞ്ഞതിന് എങ്ങനെയാണ് ഞാനും മാലാപാർവതി അശ്ലീലം പറയുന്നത്? ഞങ്ങൾ അത് പറഞ്ഞിരുന്നു. കളിക്കല്ലേ, കണക്ക് കാണിക്കേ, വുമൺ കാർഡ് ഇവിടെ ജയിക്കാനാണ് അതൊക്കെ. പിന്നെ അത് മാത്രമല്ല, എന്റെ ആയുസ് കുറയുന്നു. ശ്വേതാ മേനൻ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു, എന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ശ്വേത ചേച്ചിയെ പോലെ തന്നെ അത് മീഡിയയിൽ വേണമെങ്കിൽ കൊടുക്കാം. എന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാനത് ആ സമയത്തും പറഞ്ഞു, ഇത് പറഞ്ഞാൽ അശ്ലീലമാണോ? പിന്നെ ഇതേമാതിരി തന്നെ ഫെബ്രുവരി 13 അമ്മ കുടുംബസംഗമത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പില് ടിനി ടോം ചേട്ടൻ നീന കുറുപ്പ് ചേച്ചിയെ അശ്ലീലമായ ചീത്ത, അറയ്ക്കുന്ന ചീത്ത, അത് കൈ മുഷ്ടി ചുറ്റിക്കൊണ്ട് അവരടിക്കുന്ന, ഞാനാണ് നീന ചേച്ചിയെ ബാക്കിൽ നിന്ന് പിടിച്ചു വലിച്ചത്. 2 നടന്മാര് ടിനി ചേട്ടനെ പിടിച്ചു വലിക്കുകയായിരുന്നു. ഇത് നീന ചേച്ചി വളരെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്വേത ചേച്ചിയോട് പറഞ്ഞപ്പോൾ ശ്വേത ചേച്ചി എന്താ പറഞ്ഞ, അശ്ലീലത്തിന് ഇതാണ് അശ്ലീലം, അതിന് വിമൺ കാർഡ് ഇറക്കുന്ന ശ്വേത ചേച്ചി എന്തുകൊണ്ട് നീന ചേച്ചിക്കും അൻസിബെ പോലെയുള്ള സ്ത്രീക്കും ഒരു സപ്പോർട്ട് കൊടുക്കാതെ ടിനി ടോമിന് എന്തിനാണ് സപ്പോർട്ട് കൊടുത്തത്? അത് പല പ്രാവശ്യം നീന ചേച്ചി ട്രോമയിൽ പോയിട്ടുണ്ട്. തീർച്ചയായും അല്ല, അത് അവർക്ക് കണക്കിൽ പ്രശ്നമുണ്ടെന്നേ. അവർക്ക് കണക്ക് എങ്ങനെയെങ്കിലും അത് റെഡിയാക്കിയിട്ടേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് അവരുടെ ആവശ്യം അതാണ്. ഞാൻ പറയുന്ന കോടതി എന്ത് തീരുമാനം എടുക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും? അവർ കോടതിയിൽ എത്തിയിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, അഡ്ഹോക് കമ്മിറ്റിക്ക് കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തെ, കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അവരോട് അവരൊന്നും നോക്കേണ്ട കാര്യമില്ല. അതിന് മുൻപുള്ള ജനറൽ ബോഡിയിൽ പാസ്സായി പോയ കണക്കുകളാണ്. അതേക്കുറിച്ച് അവര് ബേജാറാവേണ്ട ആവശ്യമില്ല. അവർ ഇരുന്ന കാലത്തെ കണക്ക് മാത്രം അവർ
ക്ലിയർ ആക്കിയാൽ മതി എന്ന് ജനറൽ ബോഡി പറഞ്ഞു. ഓക്കെ, ഞാനൊരു 2 മിനിറ്റ് നമ്മൾ ഇത് വൈൻഡ് ചെയ്യണം. ഒന്നാമത് ഞങ്ങൾ 1 മണിക്കൂർ ഇത് എടുത്തിട്ടുള്ളൂ, പിന്നെ അൻസിബയ്ക്ക് പോകണം 10 മണി. മാത്രമല്ല എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവാണ് നമ്മുടെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും തമ്മിലുള്ള വിഷയം. തുടക്കം മുതൽ കുക്കു പരമേശ്വരനെ ശ്വേതാ മേനോൻ മെമ്മറി കാർഡിന്റെ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്, അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കുക്കു പരമേശ്വരൻ ആ മെമ്മറി കാർഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കള്ള റിപ്പോർട്ടാണ്, ഒരു കമ്മീഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെയൊക്കെ മൊഴി എടുത്തിട്ട് ഒരു കള്ള റിപ്പോർട്ട്, മരിച്ചുപോയ ലളിത ചേച്ചിയുടെ പേരിൽ കുക്കുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു, അത് റിപ്പോർട്ടായതിനു ശേഷം പിന്നെ കുക്കു ഏകാധിപതിയായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയില്ല, നമുക്ക് BJP-യോട് ആരോപണമൊന്നുമില്ല. നമ്മൾക്ക് അവിടെ നടന്ന കാര്യങ്ങളെ അറിയുള്ളൂ. അവിടെ വർഗീയമായ പരാമർശം ഉണ്ടായെന്നുള്ള കാര്യം അറിയാം. അൻസിബയെ കുറിച്ച് വ്യക്തികളോട് പേഴ്സണലായിട്ട് പോക്കറ്റിൽ ഈ കുട്ടി മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് വിളിച്ച് പറഞ്ഞ കാര്യം അറിയാം. അവിടെ പിന്നെ ഒരു മതസംഘടനയിൽ അല്ലെ ഒരു അമ്പലത്തിൽ നിന്ന് വാങ്ങിയ അവരെ വിളിച്ചിട്ട് മുസ്ലിം എതിർത്തു എന്ന് പറഞ്ഞ കാര്യം അറിയാം. ഇങ്ങനെയുള്ള പോക്കറ്റില് വ്യക്തിപരമായി ചെയ്ത കാര്യങ്ങളെ അറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനകത്ത് മുൻകൈ എടുത്തു എന്ന് ആരോപണമേ ഇല്ല. പിന്നെ ഒരു വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും പണം കിട്ടുമായിരുന്നു 15 കോടി എന്ന് ഒരു BJP-യുടെ ഒരു സംസ്ഥാന അധ്യക്ഷ സംസ്ഥാന നേതാവ് സംസാരിക്കുന്നത് അത്ഭുതത്തോടെ ഞങ്ങൾ കേൾക്കുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറയാത്ത കാര്യം. അത് 2020-യുടെ കാൻഡിഡേറ്റ് ആയിരുന്ന ലക്ഷ്മി പ്രിയ അവിടെ വിളിച്ച് പോക്കറ്റ്സിൽ വിളിച്ചിട്ട് ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് നമുക്ക് അദാനിയുടെ പൈസ വരുന്നുണ്ട് എന്ന് പറയുന്നതായും കേട്ടിട്ടുണ്ട്.